ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് ലൈഫ് ഓഫ് വെൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല നാടൻ രീതിയിലുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ഇതിനായി ഞാൻ ഇവിടെ 1/2 കിലോ കൂന്തൽ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില. ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും, ചെറിയുള്ളി, സവാള എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം നമ്മുടെ റോസ്റ്റിന് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഒരുവിധം വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുവിധം വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി തീ കുറച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കൂടാതെ കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. ഇനി ഒന്നും കൂടി നല്ലോണം വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഇപ്പോൾ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ ചേർക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കണ്ടില്ലേ, കൂന്തലിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിനി സെർവിങ് പാനിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചോറിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒപ്പം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.